സ്ത്രീധനം കുറവായതിനാൽ പീഡനം. അതുല്യയുടെ മരണത്തിൽ ഭർത്താവിനെതിരെ കൊലക്കുറ്റത്തിന് കേസ്. ഷാർജയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ കൊല്ലം ചവറ സ്വദേശി അതുല്യയുടെ മരണത്തിൽ ഭർത്താവിനെതിരെ കേസെടുത്ത് ചവറ തെക്കുംഭാഗം പോലീസ്. മകളുടെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന മാതാപിതാക്കളുടെ പരാതിക്ക് പിന്നാലെയാണ് ശാസ്താംകോട്ട സ്വദേശിയായ ഭർത്താവ് സതീഷിനെതിരെ പോലീസ് കേസെടുത്തത്. തേവലക്കര കോയിവിള സൗത്ത് മേലേഴത്ത് ജംഗ്ഷൻ അതുല്യ ഭവനിൽ എസ് രാജശേഖരൻ പിള്ളയുടെയും തുളസിഭായിയുടെ മകളാണ് അതുല്യ ശേഖർ. മകൾ ആത്മഹത്യ ചെയ്യില്ലെന്നാണ് മാതാപിതാക്കൾ പറയുന്നത്. സതീഷ് ശങ്കർ മദ്യപിച്ചെത്തി നിരന്തരമായി അതുല്യയെ ഉപദ്രവിക്കാറുണ്ടെന്ന് ബന്ധുക്കൾ പറയുന്നു. വിവാഹം കഴിഞ്ഞ ആദ്യ നാളുകൾ മുതൽ തന്നെ അതുല്യയുടെ ഭർത്താവ് സതീഷ് ഉപദ്രവം തുടങ്ങിയിരുന്നുവെന്നാണ് അതുല്യയുടെ പിതാവ് പറയുന്നത്. വിവാഹം കഴിഞ്ഞ് 2 മാസങ്ങൾ കഴിഞ്ഞപ്പോൾ തന്നെ സ്ത്രീധനത്തിന്റെ പേരിൽ പീഡനം തുടങ്ങിയിരുന്നു. ബന്ധമൊഴിയാൻ തീരുമാനിച്ചതാണ്. എന്നാൽ കോടതി കൗൺസിലിങ്ങിലൂടെ ഒന്നിപ്പിക്കുകയായിരുന്നു. അമിതമായി മദ്യപിച്ച് മകളെ മൃഗീയമായി ഉപദ്രവിക്കുമായിരുന്നു. മകൾ ഒരുപാട് അനുഭവിച്ചു. ഒരു ദിവസം പോലും ഭാര്യ എന്ന നിലയിൽ സന്തോഷമായി ജീവിച്ചിട്ടില്ല. തിരിച്ചു വരണമെന്ന് മകൾക്ക് ആഗ്രഹമുണ്ടായിരുന്നു. എന്നാൽ സതീഷ് അതിന് അനുവദിച്ചിരുന്നില്ല. മദ്യപിക്കുമ്പോൾ ടച്ചിങ് ഉണ്ടാക്കാൻ വേണ്ടിയാണ് അവളെ അവിടെ നിർത്തിയത്. ഷൂലേസ് കെട്ടിക്കൊടുക്കുന്നതുവരെ മകളാണ്. ഭാര്യ എന്ന പരിഗണന നൽകിയിരുന്നില്ല. 10 വയസ്സുള്ള കുഞ്ഞിനെ കരുതിയാണ് മകൾ സഹിച്ചു നിന്നത്, രാജശേഖരൻ പറഞ്ഞു. മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന ബന്ധുക്കളുടെ പരാതിയെ തുടർന്ന് ചവറ തെക്കുംഭാഗം പോലീസ് SI N നിയാസിന്റെ നേതൃത്വത്തിൽ പോലീസ് സംഘം ഇന്നലെ അതുല്യയുടെ മാതാവ് തുളസിഭായിയുടെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു. വെള്ളിയാഴ്ചയാണ് അതുല്യയെ ഷാർജയിലെ ഫ്ളാറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സഹോദരിക്ക് അതുല്യ അയച്ച മർദ്ദനത്തിന്റെ വീഡിയോ പോലീസിന് കൈമാറിയിട്ടുണ്ട്. 43 പവൻ സ്വർണം സ്ത്രീധനമായി ലഭിച്ചിരുന്നെന്നും ഇത് കുറഞ്ഞുപോയെന്ന് ആരോപിച്ച് അതുല്യയെ സതീഷ് ശാരീരികമായും മാനസികമായും പീഡിപ്പിച്ചെന്നാണ് പരാതി.